എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് BNSSൻ്റെ ഡെഫിനിഷനും അതിൽ വരുന്ന വേർഡ്സ് ആൻഡ് എക്സ്പ്രഷനെ കുറിച്ചാണ്. നമുക്ക് ഇതിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, 4 മാർക്കിന് IPCക്ക് പകരം വന്ന BNSഉം CRPCക്ക് പകരം വന്ന ഈ ഒരു BNSS, അതായത് ഭാരതീയ നാഗരിക സുരക്ഷ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്കിതിൽ ചർച്ച ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നൽകുന്നത്. ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടും മറ്റ് ഡീറ്റെയിൽസും എല്ലാം ലഭ്യമാകുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. ഇതിൻ്റെ പഴയ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റും വീഡിയോസ് ഒക്കെ ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് ബട്ടൺ ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ സീരീസിൽ എവിടെയെങ്കിലും ഇതിൻ്റെ കാർഡായിട്ടോ ലിങ്ക് വരുന്നതായിരിക്കും. ഓക്കെ, ശരി. ഭാരതീയ നാഗരിക സുരക്ഷ, ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആദ്യം പഠിച്ചതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പഠിക്കേണ്ട ഈ ഭാരതീയ നാഗരിക സുരക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ പൗര സുരക്ഷാ നിയമം, ഇന്ത്യയുടെ ക്രിമിനൽ നടപടി സംഹിതയുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ യോജിപ്പിച്ച് ഭേദഗതി ചെയ്യാനുള്ള ഒരു സംഹിതയാണ്. അതായത് CRPCക്ക് പകരം വന്നതാണ് 2023 ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നാൾ വഴികളെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക. 2023 ഓഗസ്റ്റ് 11 ഈ ഡേറ്റിലാണ് ഈ ഒരു ബില്ല്, ഭാരതീയ പൗരസുരക്ഷാ ബില്ല്, അതായത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഈ ഒരു ബില്ല് 2023 അപ്പോൾ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ച ഡേറ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. 2023 ഓഗസ്റ്റ് 11. ജൂലൈ 11 നമുക്കറിയാമല്ലോ, ലോക ജനസംഖ്യാ ദിനമാണ്. ഓക്കെ, ഡിസംബർ 12 പ്രത്യേകത, അതേ വർഷം 2023 ഡിസംബർ 12 ഭാരതീയ പൗരസുരക്ഷാ നിയമം 2023 പിൻവലിക്കുകയുണ്ടായി. ശേഷം അതേ ദിവസം തന്നെ ഭാരതീയ പൗരസുരക്ഷ സെക്കൻഡ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇത് അവതരിപ്പിച്ചത് അതിന് അമിത്ഷാ തന്നെ. 2023 ഡിസംബർ 20 ഈ നിയമം, ഇതിന് രണ്ടാമത്തേത് എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കാൻ കാര്യം രണ്ടാമത് അവതരിപ്പിച്ച ബില്ലായതുകൊണ്ടാണ്. ഇത് ലോക്സഭയിൽ പാസ്സാക്കുകയുണ്ടായി. ഡിസംബർ 21 ഇത് രാജ്യസഭയും പാസ്സാക്കി. ഡിസംബർ 25 രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇത് ഫസ്റ്റിൽ പഠിക്കേണ്ടത് ഈ ഡേറ്റ്. ഈ ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഓഗസ്റ്റ് 11, 2023 ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ആയിരുന്നു. എന്നാൽ അത് ഡിസംബർ 12 പിൻവലിക്കുകയും ഡിസംബർ 12 ലോക്സഭയിൽ അവതരിപ്പിക്കുകയും ഡിസംബർ 20 ലോക്സഭ പാസ്സാക്കി. അതിൻ്റെ പിറ്റേ ദിവസം ഡിസംബർ 21 രാജ്യസഭ പാസ്സാക്കുകയും ഉണ്ടായി. ഇതിന് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചത് ഡിസംബർ 25. ഇത്രയും ഡേറ്റുകളാണ് നിങ്ങൾ ബേസിക്കലി പഠിക്കേണ്ടത്. ഇതിലെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ശേഷം സിലബസിൽ പറഞ്ഞിട്ടുള്ള 2A, ഈ 2A എന്ന് പറഞ്ഞ വകുപ്പിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നിർവചനമാണ്. എന്തിൻ്റെ നിർവചനമാണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ 2Aയിൽ ഓഡിയോ, വീഡിയോ, ഇലക്ട്രോണിക് മാർഗ്ഗങ്ങളെ നിർവചിക്കുകയാണ് ചെയ്യുന്നത്. ഈ 2A എന്ന് പറയുന്ന എ വച്ച് തന്നെ കണക്ട് ചെയ്യുക. ഓഡിയോയുടെ കൂടെ വീഡിയോയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായ ഇലക്ട്രോണിക് മാർഗ്ഗങ്ങളെ നിർവചിച്ചിരിക്കുന്നതാണ് 2Aയിൽ. ഓഡിയോ, അതിൻ്റെ കൂടെ വീഡിയോയും വരും. ഇപ്പോൾ നിങ്ങൾ വീഡിയോയും കാണുകയാണ്, ഓഡിയോ കേൾക്കുകയാണ് അല്ലേ, അതേപോലെ ഇനി പറയുന്നവയായിട്ട് ഉപയോഗിക്കാവുന്ന ഏത് ആശയവിനിമയവും ഈ മാർഗ്ഗങ്ങളിൽ പെടുന്നു എന്നാണ് ഇതിൽ പ്രസ്താവിക്കപ്പെടുന്നത്. എക്സാമ്പിൾ, വീഡിയോ കോൺഫറൻസിങ് നമ്മൾ കാണാറില്ലേ, ഓരോ കുറ്റകൃത്യമായിട്ട് പല വാട്സാപ്പ് വഴി വീഡിയോ കോൾ ചെയ്യാം അല്ലേ, ഇൻസ്റ്റഗ്രാം, എല്ലാ മാധ്യമങ്ങളിലും വീഡിയോ കോൾ ഇപ്പം സജീവമാണ്. ഓക്കെ, അപ്പം വീഡിയോ കോൺഫറൻസിങ് ഇതിനൊരു ഉദാഹരണമാണ്. അങ്ങനെയുള്ള എല്ലാ ഓഡിയോ, വീഡിയോ, ഇലക്ട്രോണിക് മാർഗ്ഗങ്ങളെ നിർവചിക്കുന്നത് 2Aയിലാണ്. അത് പഠിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ 2A തന്നെ ആലോചിക്കുക. 2A ഓഡിയോ. 2C പഠിക്കാറുണ്ട് കേട്ടോ. 2C പണ്ടൊക്കെ നമ്മൾ 2C കോഗ്നിസിബിൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം മാറിയിട്ടുണ്ട്. BNSSൽ 2C എന്ന് പറഞ്ഞാൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റം എന്ന് നിർവചിച്ചിരിക്കുന്നു. അപ്പോൾ ജാമ്യം എങ്ങനെ സിയുമായിട്ട് കണക്ട് ചെയ്യാം എന്നൊരു കാര്യം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മറന്നു പോകത്തില്ല. സി എന്ന് പറയുമ്പോൾ കേസ് ആലോചിച്ചാൽ കേസ് വന്ന് നമ്മൾ ഉടനെ എന്ത് ചെയ്യും, ജാമ്യം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മുമ്പത്തെ CRPC പഠിച്ചിട്ടുള്ളത്. അതേപോലെ ഈ BNSS പഠിക്കാൻ വേണ്ടിയിട്ടും 2Cയുടെ നിർവചനം ചോദിച്ചാൽ C എന്ന് പറഞ്ഞാൽ കേസ് വന്ന് നമ്മൾ ആദ്യം ജാമ്യം തേടാനുള്ള പരിപാടി നോക്കും അല്ലേ. അപ്പോൾ ജാമ്യം ലഭിക്കാവുന്ന കുറ്റം എന്താണെന്ന് നിർവചിക്കുന്നതാണ്
2C. 2C എന്ന് പറഞ്ഞാൽ കുറ്റം അല്ലേ, സി കേസ്. അപ്പോൾ ജാമ്യം ലഭിക്കാവുന്ന കുറ്റം എന്താണെന്ന് നിർവചിക്കുന്നതാണ് 2C. ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് എന്ന അവകാശമെന്ന നിലയിൽ ജാമ്യം അനുവദിക്കാവുന്ന കുറ്റമാണെന്ന് അതിൽ പറയുന്നു. ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് അയാളുടെ പേരിൽ ചാർജ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും, അതിൻ്റെ പേരിൽ ജാമ്യം ലഭിക്കാൻ ഉള്ള അവകാശമുണ്ടെന്ന രീതിയിൽ ഇതിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം? അവകാശമായി ജാമ്യം ലഭിക്കാവുന്ന കുറ്റം എന്ന് പറഞ്ഞാൽ, ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ സാധാരണമായിട്ട് ഗൗരവം കുറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങളെ എന്താണ് വാഹനത്തിൽ, ഇപ്പോൾ ഉദാഹരണം നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് 183 അല്ലേ, മദ്യപിച്ച് വാഹനം ഓടിക്കൽ. അപ്പോൾ അതിന് നിങ്ങളെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ജാമ്യക്കാരൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങളെ വിട്ടയക്കും. പിറ്റേ ദിവസം നിങ്ങൾ ബൈക്കിൻ്റെ രേഖകൾ ഹാജരാക്കുകയും, അല്ലെങ്കിൽ തത്സമയം തന്നെ ഹാജരാക്കാം. ജാമ്യക്കാരൻ വന്നത് ഉടനെ നിങ്ങൾ വിട്ടഴിക്കും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ രേഖകൾ കയ്യിലില്ലെങ്കിൽ ഹാജരാക്കാൻ പറ്റത്തുള്ളൂ. പെനാൽറ്റി അടച്ച് കുറ്റത്തിൽ നിന്ന് ഒഴിവാവുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഗൗരവം കുറഞ്ഞ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് 3 വർഷത്തിൽ താഴെയുള്ള പിഴയോ തടവോ ശിക്ഷിക്കപ്പെടുന്നവയാണ്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് എക്സാമ്പിൾ മാക്സിമം 3 വർഷത്തിൽ താഴെയുള്ള പിഴയോ തടവോ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. 2 ലഭിക്കാം, 3 വർഷത്തിൽ താഴെയുള്ള തടവ്, പിന്നെ പിഴയും വരും അതിൻ്റെ കൂടെ. ഓക്കെ, ജാമ്യമില്ലാത്ത കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഗൗരവം ഇല്ലാത്ത സീരിയസ് ആയിട്ടില്ലാത്ത കുറ്റങ്ങൾക്ക് ജാമ്യം കിട്ടും. ജാമ്യമില്ലാ കുറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, സീരിയസ് ആയിട്ടുള്ള ക്രൈം ചെയ്തതാണ്, അപ്പോൾ ജാമ്യം പോലും കിട്ടത്തില്ല. ജാമ്യത്തിന് കോടതിയുടെ വിവേചനാധികാരം ആവശ്യമുള്ളമായ കുറ്റകൃത്യം. ഇപ്പോൾ പോക്സോ കേസ് നമുക്ക് ജാമ്യം കിട്ടൂല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ജാമ്യം കിട്ടും, കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. പക്ഷേ മറ്റ് കേസുകൾ പോലെ നമ്മൾ സ്റ്റേഷനിലായിപ്പോയാൽ ആയത് തന്നെ, പിന്നെ ഇറങ്ങിപ്പോകാനൊന്നും പറ്റൂല കേട്ടോ. അപ്പം ജാമ്യമില്ലാ കുറ്റങ്ങൾ സാധാരണയായി കൂടുതലും ഗുരുതരമായതും 3 വർഷമോ അതിലധികമോ തടവ് ശിക്ഷ ലഭിക്കുന്നതുമാണ്. 3 വർഷത്തിൽ താഴെയുള്ളതാണെങ്കിൽ ഗുരുതരം അല്ലാത്തതാണ്, അതിന് ജാമ്യം കിട്ടും. ജാമ്യമില്ലാത്തത് പറയുന്നത് ഈ 2Cയിൽ തന്നെ പറയുന്നുണ്ട്. ജാമ്യം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ 3 വർഷമോ അതിൽ കൂടുതലോ ആയിട്ടുള്ള കേസുകളാണ് കേട്ടോ. ജാമ്യം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. മറ്റൊരു വ്യക്തിയുടെ ഗ്യാരൻറ്റിയോടുകൂടി കോടതിയിൽ ഹാജരാകാം എന്ന വാഗ്ദാനമാണ് ജാമ്യം. ഞാൻ നേരത്തെ പറഞ്ഞു ജാമ്യം കൊടുക്കുന്ന കുറ്റകൃത്യം മോട്ടോർ വെഹിക്കിളിൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മദ്യപിച്ച് വാഹനം ഓടിച്ച് നിങ്ങൾ ജാമ്യം അനുവദിച്ച് നിങ്ങളെ വിടുന്നതെന്ന് വെച്ചാൽ, ആ കുറ്റത്തിനുള്ള ശിക്ഷ കോടതിയിൽ വിളിക്കുമ്പോൾ നിങ്ങൾ കൊണ്ട് സെമൻസ് വരുമ്പോൾ പൈസ അടയ്ക്കും എന്ന രീതിയിലാണ്. ഇത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ജാമ്യക്കാരന് പ്രശ്നമാവും. ഓക്കെ, അപ്പോൾ മറ്റൊരാളുടെ ജാമ്യം നിന്ന് വിടുക എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് വാങ്ങിച്ച് അയാളുടെ ഗ്യാരൻറ്റിയിൽ ഇദ്ദേഹം കോടതിയിൽ ഹാജരാകാം എന്ന വാഗ്ദാനം നൽകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഒരു ഗ്യാരൻറ്റി ഇല്ലാതെ കോടതിയിൽ ഹാജരാകാനുള്ള വ്യക്തിപരമായ വാഗ്ദാനമാണ്. ബോണ്ട് വയ്ക്കും, കോടതിയിൽ ഇത്ര രൂപ കെട്ടി വയ്ക്കാൻ പറയും. ഇത് വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാമ്യത്തിൽ പോകാൻ പറ്റും. അതാണ് ഈ ബോണ്ട്. ചില കേസിലൊക്കെ മോഷണമൊക്കെ വരുമ്പോഴത്തേക്ക് 50,000 ഒക്കെ ബോണ്ട് വെച്ച് പോകുന്ന കേസുകളുണ്ട്, ജാമ്യത്തിൽ പോകും. BNSSൻ്റെ ആദ്യ ഷെഡ്യൂൾ ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയെന്ന് പട്ടികപ്പെടുത്തുന്നുണ്ട്. എന്താണ് 2G? അടുത്ത പഠിക്കാനുള്ളതാണ്. ഈ 2Gയിൽ കൊഗ്നിസിബിൾ കുറ്റകൃത്യങ്ങളെ നിർവചിച്ചിരിക്കുന്നു. കൊഗ്നിസിബിൾ കുറ്റകൃത്യം, ഇത് പഠിക്കാൻ ഒരു വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്ന വഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഫോളോ ചെയ്യൂ. വാറൻറ്റും മജിസ്ട്രേറ്റിൻ്റെ അംഗീകാരവും ഇല്ലാതെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ അനുവദിക്കുന്ന കുറ്റകൃത്യങ്ങളാണ് 2G എന്ന് പറഞ്ഞാൽ. കൊഗ്നിസിബിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥൻ പോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനോട് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്താ വാറൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ വാറൻറ്റൊന്നും വേണ്ട ചില കേസിൽ, നേരിട്ട് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റും. FIR ഇട്ട് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. അതാണ് 2G എന്ന് പറയുന്നത്, കൊഗ്നിസിബിൾ കുറ്റകൃത്യം. കൊഗ്നിസിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് വാറൻറ്റിൻ്റെ ആവശ്യമില്ല. അതിനെ 2G എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കുറ്റക്കാരനാണ് നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ, ഓക്കെ, പോലീസ് വന്ന് ചോദിക്കുകയാണ്, പോലീസ് വന്ന് കാര്യം അന്വേഷിക്കുകയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അറസ്റ്റ് വാറൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് കൊഗ്നിസിബിൾ ആണ് എന്ന് പറയും. അപ്പോൾ കൊഗ്നിസിബിൾ ആകുമ്പോൾ നമ്മളങ്ങ് ഡൗൺ ആകും. പിന്നെ സാറേ നമ്മൾ രക്ഷിക്കണം എന്ന് പോലെ പറയൂ അല്ലേ. അപ്പോൾ നമ്മൾ ഹിന്ദിയിലൊക്കെ പറയില്ലേ, G എന്ന് പറഞ്ഞാൽ
എന്താണ് ഗാന്ധിജി, ഗാന്ധി എന്ന് പറയില്ല, ഗാന്ധിജി എന്ന് ജി കൂട്ടി വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ബാപ്പുജി, നെഹ്റുജി എന്നേ പറയുള്ളൂ. ഒരു ബഹുമാനാർത്ഥത്തിൽ നമ്മൾ സംസാരിക്കും അല്ലേ. ഇപ്പോൾ കോഗ്നിസബിൾ കേസാണെങ്കിൽ നമ്മൾ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ജി എന്ന് നമ്മൾ കൂട്ടി വിളിക്കുന്നു, ബഹുമാനത്തോടെ സംസാരിക്കുന്നു എന്നൊരു കാര്യം ചിന്തിച്ചാൽ ടു ജി എന്ന് പറയുന്നത് കോഗ്നിസബിൾ കുറ്റകൃത്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു വിശദീകരണമായിട്ട് കൊടുത്തിരിക്കുന്നത് തിരിച്ചറിയാവുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ്. കാര്യങ്ങളെക്കുറിച്ച് ഡയറക്റ്റ് പോലീസിന് ബോധ്യമാവുന്ന കുറ്റകൃത്യങ്ങൾ, അതായത് ബലാത്സംഗം, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ എപ്പോഴും ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. ഇനി തിരിച്ചറിയാൻ പറ്റാത്ത കുറ്റങ്ങളുണ്ട്. മാനനഷ്ടം പോലെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണിവ. തിരിച്ചറിയാനാകാത്ത കുറ്റത്തിന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥന് വാറൻറ്റ് വേണം. വ്യക്തമായ തെളിവോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ അറിയാൻ പറ്റാത്ത ചില കേസുകൾ വാറൻറ്റ് വേണ്ടി വരും, എന്നാലേ അറസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടിട്ടില്ലേ, കൃത്യമായ തെളിവുകളില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയത്തില്ലേ, ആ ഒരു കാര്യമാണ്. അത് നിങ്ങളെ കോഗ്നിസബിൾ ഏതാണ്, നോൺ കോഗ്നിസബിൾ ഏതാണെന്ന് നമ്മളിതിൽ പഠിക്കും, ഫോളോയിങ് ആയിട്ടുള്ള വകുപ്പുകളിൽ. അപ്പോൾ മനസ്സിലാവും. പഴയ പരീക്ഷകൾ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ കോഗ്നിസബിളും നോൺ കോഗ്നിസബിളും പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഒന്നുമില്ല, വാറൻറ്റ് ആവശ്യമുള്ളത് നോൺ കോഗ്നിസബിളും, കോഗ്നിസബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലേ ടു ജി ബഹുമാനം കൊടുക്കും. അതായത് വാറൻറ്റ് വേണ്ട, ഡയറക്റ്റ് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. തിരിച്ചറിയാവുന്ന കുറ്റം റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പോലീസ് പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, അതായത് FIR. പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. തിരിച്ചറിയാനാകാത്ത കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വിവരം പോലീസ് രേഖപ്പെടുത്തുന്നു. മജിസ്ട്രേറ്റിൻ്റെ നിർദ്ദേശമില്ലാതെ അറസ്റ്റ് പോലെയുള്ള അടിയന്തര നടപടിക്രമങ്ങൾ പോലീസിന് ചെയ്യാൻ കഴിയില്ല. അത് നോൺ കോഗ്നിസബിൾ കേസ്. ഇവിടെ മുകളിൽ പറഞ്ഞത് കോഗ്നിസബിൾ കേസ്. FIR ഇടുന്നു, അന്വേഷണം ആരംഭിക്കുന്നു. മറ്റേതാണെങ്കിൽ എന്താണ്, നോൺ കോഗ്നിസബിൾ ആണെങ്കിൽ വാറൻറ്റ് വേണം. വിവരം രേഖപ്പെടുത്തിയിട്ട് വാറൻറ്റ് വാങ്ങിക്കാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ടു എച്ച് എന്ന് പറയുന്നത് പരാതിയാണ് കേട്ടോ. ഒരു പരാതിയെ നിർവചിക്കുന്നത്, പരാതിയെക്കുറിച്ചുള്ള നിർവചനമാണ് ഈ 2H പറയുന്നത്. അപ്പോൾ ഒരു പരാതി നിർവചിക്കുന്നത് ഒരു മജിസ്ട്രേറ്റിന് ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്നാണ് വാക്കാലോ രേഖാമൂലയോ ആരോപണം ഉന്നയിക്കാൻ പറ്റും. അത് വേറൊന്നുമില്ല, പരാതിയിൽ നിന്ന് നിങ്ങളങ്ങ് പഠിച്ചാൽ മതി. പരാതി അത് വേറൊരു ട്രിക്ക് ഞാൻ പറയാം, ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക. പരാതി ഉണ്ടെങ്കിൽ നീ അങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നൊരു ഡയലോഗ് നമ്മളെപ്പോഴും പറയാറുണ്ട് സംസാരിക്കുമ്പോൾ. ആരെങ്കിലും ഇല്ലേ, നിനക്ക് പരാതി ഉണ്ടെങ്കിൽ നീ അങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ഇവിടെ ഒന്ന് പറയണ്ടെന്ന് പറയൂല്ലേ. അപ്പം വീടെന്താണ്, ഹോം അല്ലെങ്കിൽ ഹൗസ് അല്ലേ, നിങ്ങൾ ഹൗസിലോ ഹോമിലോ പോയി പറഞ്ഞാൽ മതി. പരാതി ഹൗസ് ഹോം അത് വെച്ച് കണക്ട് ചെയ്യുക. പരാതി വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി 2K ഉണ്ട് കേട്ടോ. K എന്ന് പറഞ്ഞാൽ അന്വേഷണമാണ് കേട്ടോ, അന്വേഷണം. അപ്പോൾ അതിന് അന്വേഷണത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ് ഇതിൽ വരുന്നത്. കറക്റ്റ് അത് അന്വേഷണമല്ല, എൻക്വയറിയാണ് വരുന്നത് കേട്ടോ. എൻക്വയറിയും സെർച്ചും രണ്ടും അതിനൊരു വ്യത്യാസം പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. 2K എന്ന് പറഞ്ഞാൽ എൻക്വയറിയാണ്, എൻക്വയറി നടത്താൻ പറയും. അന്വേഷണം എന്നത് ഒരു വിചാരണ ഒഴികെയുള്ള ഒരു മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്ന അന്വേഷണമായിട്ട് നിർവചിച്ചിരിക്കുന്നു. അതായത് ഇത് ഒരു വിചാരണ ഒഴികെയുള്ള പോലീസ് ഒന്നും ചെയ്യാത്ത മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്ന അന്വേഷണമായിട്ട് നിർവചിച്ചിരിക്കുന്നതിന് 2K. ഓക്കെ, മംഗ്ലീഷിൽ കോടതി KO എന്നും പറഞ്ഞില്ല നമ്മൾ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി. 2K കോടതിയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്ന അന്വേഷണത്തെയാണ് Kയിൽ പറയുന്നത്. ഇനി 2L കേട്ടോ, 2L ആണ് പഠിക്കുന്നത്. ഇതാണ് കറക്റ്റ് അന്വേഷണം വരുന്നത്. അതായത് ഒരു കേസിൻ്റെ തെളിവുകൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് അന്വേഷണം നിർവചിക്കുന്നത്. ഈ പ്രക്രിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ള ഒരാൾക്കോ നടത്താം. ഒരു കേസിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് അന്വേഷണമാണ്. പക്ഷേ ഇവിടെ വരുന്നത് അതല്ല, എൻക്വയറിയാണ്. അതെന്ന് പറയുന്നത് അത് മീനിങ് എടുത്താൽ രണ്ടും ഒന്ന് തന്നെ. പക്ഷേ അവിടെ പോലീസിൻ്റെ കാര്യം പറയുന്നില്ല, അത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. എല്ലാം ആകുമ്പോൾ പോലീസിൽ എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ പോലീസ് എല്ലാം ഒടിക്കും എന്നാലോചിച്ചാൽ മതി. അന്വേഷിച്ച് എല്ലാം ഒടിക്കും എന്നൊരു കാര്യം ആലോചിച്ചാൽ പോലീസാണിത്, മറ്റേത് കോടതി എന്ന് കണക്ട് ചെയ്താൽ മതി. ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ള ആളോ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഡിഫറൻസ് വലുതായിട്ട് ചിന്തിക്കാൻ നിൽക്കരുത്. 2K എന്ന് പറഞ്ഞാൽ എൻക്വയറി അന്വേഷണം തന്നെയാണല്ലോ, പോലീസല്ല എന്നൊരു കാര്യം ആലോചിക്കുക. മജിസ്ട്രേറ്റോ കോടതിയോ ആണ് കോടതി. ഓക്കെ, 2L ആകുമ്പോൾ എല്ലാം ഒടിക്കണം ആരാണ്, പോലീസാണ്. പോലീസോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ള ഒരാൾക്ക് നടത്താം. അത്
കേസിൻ്റെ ആദ്യ ഘട്ടം, അതായത് കേസിൻ്റെ തെളിവുകൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇതിൽ വിചാരണയൊന്നും വരത്തില്ല കേട്ടോ. ഓക്കെ, ഇതിൽ അതൊക്കെ വരും. 2O 2Oയിൽ തിരിച്ചറിയാനാകാത്ത കുറ്റകൃത്യങ്ങളെ നിർവചിക്കുന്നു. തിരിച്ചറിയാൻ ആകാത്ത കുറ്റകൃത്യങ്ങൾ, അതായത് നോൺ കോഗ്നിസിബിളാണ്. നോൺ കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുന്നത് 2Oയിലാണ്. നോൺ കോഗ്നിസിബിൾ 2 O ഉണ്ട്. അപ്പോൾ 2O എന്നാൽ നോൺ കോഗ്നിസിബിൾ, ഒരു കോഗ്നിസിബിൾ കണക്ട് ചെയ്യല്. ഓക്കെ, ഇപ്പോൾ BNS 2Oയിൽ തിരിച്ചറിയാനാകാത്ത കുറ്റകൃത്യങ്ങളെ നിർവഹിച്ചിരിക്കുന്നു. വാറൻ്റ് ഇല്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുന്ന അതായത് നമ്മൾ 2G നമ്മൾ പറഞ്ഞല്ലേ, 2G ആകുമ്പോൾ ബഹുമാനം കൊടുക്കുന്നു. എന്ന് പറയുമ്പോൾ നമ്മളൊരു കോമഡി ആയിട്ട് പറയുന്ന പോലെ ചിന്തിക്കുക. നീ പിന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, പിന്നെ എന്ന് നമ്മൾ പറയൂലേ, അങ്ങനെ ആലോചിച്ച് കണക്ട് ചെയ്താൽ മറ്റേ G നമ്മളൊരു ബഹുമാനം കൊടുത്തു. 2O പിന്നെ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തിരിച്ചറിയാനാവാത്ത കുറ്റകൃത്യം നോൺ കോഗ്നിസിബിൾ ആണെന്ന് ഇത് കണക്ട് ചെയ്യാം. വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ തമാശയായിട്ട് പോലീസിനോട് തിരിച്ച് സംസാരിക്കുന്നത് ചിന്തിച്ചാൽ കണക്ട് ചെയ്യാം. 2O തിരിച്ചറിയാൻ ആകാത്ത കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ്? നോൺ കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങൾ സാധാരണമായി കഠിനമായ കുറ്റകൃത്യങ്ങൾ അതിൽ കുറവാണ്. അറസ്റ്റ് ചെയ്യാൻ പോലീസിന് വാറണ്ടും അന്വേഷണത്തിന് കോടതിയുടെ അനുമതിയും വേണം. തെളിവുകൾ സ്വീകരിക്കുന്നതിനും കേസെടുക്കുന്നതിനും സ്വകാര്യ പൗരൻ ബാധ്യസ്ഥനാണ്. തിരിച്ചറിയാനാകാത്ത കുറ്റകൃത്യങ്ങളുടെ നടപടിക്രമത്തെക്കുറിച്ച് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നു. റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥൻ ബന്ധപ്പെട്ട വ്യക്തിയെ മജിസ്ട്രേറ്റിന് നിർദ്ദേശിക്കുന്നു. ഏതന്വേഷണത്തിനും അറസ്റ്റിനും മജിസ്ട്രേറ്റിൻ്റെ അനുമതി ആവശ്യമാണ്. അന്വേഷണം തുടങ്ങാമെങ്കിലും ആളെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. 2X ഇൻറ്റു അല്ലേ, ലോക്കാവുന്ന കാര്യമാണ്. നമ്മൾ വാണിംഗ് ആയിട്ട് ചിന്തിച്ചാൽ മതി. സമൻസ് കേസ് എന്നാൽ ഒരു കുറ്റവുമായി ബന്ധപ്പെട്ട കേസ്, ഇതൊരു വാറൻ്റ് കേസല്ല. സമൻസ് കേസ് മുമ്പ് CRPCയിൽ 2X വാറൻ്റായിരുന്നു. ഇപ്പോൾ ഇവിടെ BNSSൽ ഇൻറ്റു വന്നു കഴിഞ്ഞാൽ സമൻസ് കേസാണ് കേട്ടോ. സമൻസ് കേസാണ് ഇതിൽ വരുന്നത്. വാറൻ്റ് കേസ് ഇസഡിൽ പോകും. XYZ കൂടെ ലാസ്റ്റ് നമുക്ക് പഠിക്കാവുള്ളൂ. X എന്ന് പറഞ്ഞാൽ സമൻസ് കേസാണ്. ഇൻറ്റു ഡേഞ്ചർ അവിടെ കിടക്കുകയാണ്. സമൻസ് കേസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമുക്ക് കോടതി നോട്ടീസ് അയക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ജാമ്യം നിന്ന് ഇറങ്ങിപ്പോയ കേസിൽ, വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച കേസിൽ സമൻസ് അയക്കും. അപ്പോൾ നമ്മൾ ആ സമൻസും കൊണ്ട് കോടതി കൊണ്ട് പെറ്റി അടച്ചിട്ട് നമുക്ക് ഊരി പോകാൻ പറ്റും. പിന്നെ നമ്മളെ പേരിൽ കേസൊന്നും കാണത്തില്ല. കേസിൻ്റെ റെക്കോർഡ് കാണും. നമ്മൾ അടച്ച് കുറ്റരോപിതനായിരുന്നു, നമ്മൾ പിഴ അടച്ച് കേസ് തീർത്തു എന്നൊരു രേഖ പോലീസിൻ്റെ കാണും. സമൻസ് കേസ് എന്നാൽ കുറ്റവുമായി ബന്ധപ്പെട്ട കേസാണ്. അതൊരു വാറൻ്റ് കേസല്ല. ഓക്കെ, സമൻസ് മുടക്കിക്കഴിഞ്ഞാൽ, കൈപ്പറ്റാതെ സമൻസ് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ അയക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വാറൻ്റായി മാറും. അപ്പോഴാണ് പോലീസ് വന്ന് നമ്മൾ ഈ പെറ്റി നടക്കാതിരിക്കുമ്പോൾ വീണ്ടും അത് വാറൻ്റായിട്ട് പോലീസ് സ്റ്റേഷനിൽ വരും. അപ്പോൾ നമ്മൾ വന്ന് എവിടെ ഉണ്ടോ അവിടെ നിന്ന് വന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകും. സമൻസ് അടച്ചില്ലെങ്കിൽ വാറൻ്റായി പോകുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇൻറ്റു വന്നു കഴിഞ്ഞാൽ, X വന്നു കഴിഞ്ഞാൽ സമൻസ് കേസ്. Y എന്ന് പറഞ്ഞാൽ ഇരയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. Z പറഞ്ഞിട്ട് പറയാം, കാരണം ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. Z വാറൻ്റ് കേസാണ്. എന്നാൽ മരണം, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതലുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കേസ് എന്നാണ് അർത്ഥമാക്കുന്നത് വാറൻ്റ് കേസ്. ഓക്കെ, അപ്പോൾ വാറൻ്റ് കേസ്, സമൻസ് കേസ് വാറൻ്റായി മാറും. സമൻസ് കൈപ്പറ്റി കുറ്റകൃത്യത്തിനുള്ള പിഴ അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ നമ്മൾ തീർത്തില്ല എന്നുണ്ടെങ്കിൽ അത് വാറൻ്റായി മാറും. അല്ലാന്നുണ്ടെങ്കിൽ ഗുരുതരമായ കേസുകൾ, വാറൻ്റ് കേസ് നമ്മൾ വാറൻ്റായി പോകുമെന്ന് പറയത്തില്ലേ, മരണശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ്, അതും അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതലുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ട കേസെല്ലാം വാറൻ്റ് കേസിൽ പെടും. ഓക്കെ, ഇനി വൈയിൽ വരുന്നതാണ് ഇര എന്ന് പറയുന്നത് വിക്ടിം അല്ലേ. അപ്പോൾ എന്തിനിത് ചെയ്തു നമ്മൾ? ഇര എന്ന് പൊതുവേ പീഡന കേസുകളിലൊക്കെയാണ് നമ്മളത് ഉൾപ്പെടുത്തുന്നത്, ആ ഒരു പദം അല്ലേ. അങ്ങനെയുള്ള കേസ് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു? വൈ നമ്മൾ പറയൂലേ, വൈ എന്തിന്? അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യുക. എന്തിന് ഈ ഒരു കൃത്യം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വൈ എന്തിന് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് ഇരയായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, വൈ ഇര. ഓക്കെ, Z വാറൻ്റ് കേസ്, ലാസ്റ്റിലുള്ള X Z ചോർത്തങ്ങ് പഠിച്ചത്. X ആണെങ്കിൽ സമൻസ് കേസ്, Z വാറൻ്റ് കേസ്. ഇര എന്നാൽ കുറ്റാരോപിതനായ വ്യക്തിയുടെ പ്രവൃത്തിയുടെയോ ഒഴിവാക്കലിൻ്റെയോ കാരണത്താൽ എന്തെങ്കിലും നഷ്ടമോ പരിക്കോ ഉണ്ടായതും അത്തരം ഇരയുടെ രക്ഷിതാവ്, നിയമപരമായ അവകാശിയോ ഉൾപ്പെടുന്നതായ ഒരു വ്യക്തി എന്നർത്ഥമാക്കുന്നു. ഇര നിങ്ങൾക്ക് അറിയാമല്ലോ, കാരണം പറഞ്ഞു. ഒരുപാട് ബലാത്സംഗ കേസുകൾക്ക് നമുക്ക് ഇപ്പോൾ വാർത്തകളിൽ കാണാറുള്ളതാണ്. ഇര എന്തിന് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. വൈ
WHYയിലെ വൈ അത് കണക്ട് ചെയ്താൽ മതി. ആ പ്രൊണൗൺസിയേഷനാണ് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷൻ വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.